നമസ്കാരം, ഞാൻ റിഞ്ചു അച്ഛൻ. ഥേദോഷ്യസ് തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ കേൾക്കുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പല സ്ഥലങ്ങളാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നതെന്ന് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് 28 വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലാണ്. 2 ആൺമക്കളുള്ള 2 കൊച്ചു കുഞ്ഞുങ്ങൾ. 28 വയസ്സുള്ള സ്ത്രീക്ക് ഇപ്പോൾ എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളാണോ നിങ്ങൾ ആലോചിച്ചാൽ മതി. അവളുടെ അടുക്കളയാണ് ഈ കാണുന്നത്. അവളുടെ അടുക്കളയുടെ വാതിലാണ് ഈ കാണുന്നത്. ഇനി അവളുടെ പാചകപ്പുരയാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ മണ്ടയ്ക്ക് കഴിഞ്ഞ ദിവസം മരം ഒടിഞ്ഞു വീണിട്ട് ഷീറ്റ് പല ലെയറാണ്. ഓല, അതിൻ്റെ മണ്ടയ്ക്ക് ഷീറ്റ്, അതിൻ്റെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് ഷീറ്റ്, ഇങ്ങനെ പല ലെയറാണ്. ഇനി അങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു കട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കട്ടിൽ ഞാൻ ഇരിക്കുന്നില്ല, കാരണം കട്ട അടുക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കട്ടിൽ പോലെ ഒരു മെത്ത ഒരാൾ കൊടുത്തത് സൗജന്യമായി എടുത്തിട്ടേക്കുക. ഇനി നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കിയാലും അറിയാം, ഇവളുടെ വീടിൻ്റെ ഒരു ഫാനാണ് കമ്പിയിൽ തൂക്കിയിട്ടേക്കുക. കാരണം ചൂടത്ത് കിടക്കാൻ വരെ വഴിയില്ലാത്തതുകൊണ്ട് കമ്പിയിൽ തൂക്കിയിട്ടേക്കുന്നൊരു ഫാനാണ്. 28 വയസ്സേ ഉള്ളൂ. ഈ സ്ത്രീ പല തവണ ആത്മഹത്യ ചെയ്തു. ഞരമ്പ് മുറിച്ച് മരിച്ചു എന്ന് വരെ കൃത്യമായി വിധി കിട്ടിയ ആ രീതിയിലായ ഒരു സ്ത്രീ. അവളുടെ ഡ്രസ്സൊക്കെ തൂക്കിയിട്ടേക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകാനായിട്ട് സാധിക്കും. അത്രമാത്രം ദാരുണമാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന എന്നെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച കാണിക്കാം. അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്രത്തോളം ആളുകളാണ് ഇവൾക്ക് വീട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നേക്കുന്ന ഇത്ര ആളുകളാണ് ഇവൾക്കൊരു വീട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നത്. ഇതൊരു വലിയ കാഴ്ചയാണ്. അങ്ങ് അറ്റം വരെയുള്ള ആളുകൾ അവൾക്ക് വീട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്നേക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇവളെ ഒന്ന് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്കറിയാം, 94 96 32 14 55. വീണയെ സഹായിക്കാൻ ആരാഗ്രഹിക്കുന്നു ദയവായിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളകത്ത് കണ്ടു കാണുമല്ലോ, അതിനകത്ത് പാത്രത്തിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ കണ്ണ് പോലും നിറഞ്ഞു പോയി. ഞാൻ ആ വീണയൊന്നും ഇവിടെ കൊണ്ടുവന്ന് കരയിക്കാനോ അതുവഴി സിമ്പിൾ മേടിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ 9496321455 അതിലേക്ക് ഒരു മെസ്സേജോ ഒരു ഫോൺ കോൾ ചെയ്യുക. അവളെ സഹായിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാനിവിടെ വന്നത്. സഹായിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.